വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഡിസ്ക്ലൈമർ വാണിംഗാണ്. ഈ പറയാനായിട്ട് പോകുന്ന സിനിമ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി കാണാനായിട്ട് ശ്രമിക്കരുത്. ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അത്രയ്ക്ക് മലങ്കളുടെ സിനിമയാണിത്. ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നത്. ശിവരാജ് കുമാറാണ് നായകൻ, ജയറാം ഇതിനകത്തുണ്ട് എന്നുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നു. ജയിലർ കണ്ട് ശിവരാജ് കുമാറിൻ്റെ സ്വാഗും മാസും ഒക്കെ കണ്ട് ഭയങ്കര ത്രില്ലായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സിനിമ വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ റിലീസായി കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെപ്പറ്റി മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഇത് ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് തേടി പിടിച്ചു പോയി കണ്ടൊരു സിനിമ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കാണണ്ടായിരുന്നു, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ എറിഞ്ഞുടയ്ക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം 2-2.5 മണിക്കൂർ അവരാധിച്ച് വെച്ചേക്കാണ് ഈ ഒരു സിനിമയിൽ. കന്നഡ സിനിമയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും കൂതറ ഒരു സ്ക്രിപ്റ്റ്. എൻ്റെ പൊന്ന ഡയറക്ടറെ, ഇനി മേലെ നിങ്ങൾ സിനിമ എടുക്കരുത്. നിങ്ങളെങ്ങനെ ഈ ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്തു എന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. ശിവരാജ് കുമാർ എന്ന് പറയുന്ന ആക്ടറിനെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് ഭയങ്കര മാസ് സ്വാഗൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ ചുമ്മാ നടന്ന് സ്ലോ മോഷനിൽ നടന്നു വന്നിട്ടൊക്കെയാണ് സീൻ കാണിക്കുന്നത്. അതൊക്കെ ഓക്കെ. അല്ലാതെ ഈ ഒരു സിനിമയിൽ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് സംഭവം. ഒരു ജയിൽ ഹൈജാക്ക് ചെയ്യാണ് കുറേ ക്രിമിനൽസ് ചേർന്നിട്ട്. ഈ ക്രിമിനൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവരാജ് കുമാറും ടീമുമാണ് ഈ ഒരു ജയിൽ ഹൈജാക്ക് ചെയ്യുന്നത്. ജയറാമിൻ്റെ ക്യാരക്ടർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പുള്ളി ഈ ക്രിമിനൽസിനെ എല്ലാം പുള്ളിയുടേതായ രീതിയിൽ കൊല്ലുന്നൊക്കെയുണ്ട്. അതൊക്കെ ഉണ്ട്. പുള്ളി വലിയ സംഭവമൊക്കെയാണ്. ജയറാം എന്ന് പറയുന്ന പുള്ളി ഭയങ്കര സംഭവമാണ് ഇതിനകത്ത്. അപ്പം ഈ ജയറാമിൻ്റെ ക്യാരക്ടറാണ് ഈ ഒരു ഹൈജാക്ക് ചെയ്ത ജയിൽ റിക്കവർ ചെയ്യാനായിട്ട് വരുന്നത്. ഈ ജയിലിലൊരു ഒരു ഒരു മിനിസ്റ്ററും പിന്നെ വേറെ ഒരു വലിയ പണക്കാരൻ, അതായത് പണ്ട് CBI ആയിരുന്ന ഒരാളുമുണ്ട്. അപ്പോൾ ജയിൽ പ്രൈവറ്റൈസ് ചെയ്യാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ആ ഒരു തറക്കല്ലിടിയിലെ ദിവസമാണ് ഇവർ ഹൈജാക്ക് ചെയ്യുന്നത് ഈ ഒരു ജയിൽ. അവിടെ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. ഒരു ജയിൽ ഹൈജാക്ക് ചെയ്യാനൊക്കെ വരുന്നതാണ്. എൻ്റെ പൊന്നേ, ജാതി മാസ് എന്നൊക്കെ പറഞ്ഞാലും പോരാ, ഭയങ്കര മാസോട് മാസമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത്. അപ്പം അങ്ങനെ തുടങ്ങുന്നു. ഒരു ട്വിസ്റ്റുകളൊന്നും ഇല്ല, സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റ് വരുന്നു, രണ്ടാമതൊരു ട്വിസ്റ്റ് വരുന്നു, മൂന്നാമതൊരു ട്വിസ്റ്റ് വരുന്നു, നാലാമതൊരു ട്വിസ്റ്റ് വരുന്നു, പിന്നെ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. നമ്മുടെ മലയാളത്തിൽ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അതിനകത്ത് ഇജാതി ട്വിസ്റ്റുണ്ട്. ആ ട്വിസ്റ്റൊക്കെ ഇതിനോട് മാറി നിൽക്കും. അമ്മാതിരി ട്വിസ്റ്റുകളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ ചോദിച്ചത് ഇതിനും വേണ്ടി ട്വിസ്റ്റ് എന്തിനാണ്? നമ്മൾ മണി ഹേസ്റ്റിൽ പോലും ഇങ്ങനെ ട്വിസ്റ്റ് കണ്ടിട്ടില്ല. ഈ ജയിൽ ഹൈജാക്ക് ചെയ്യുന്നു, എന്ത് ചെയ്താലും ഈ പോലീസുകാരേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നിലാണ് നമ്മുടെ ശിവരാജ് കുമാറിൻ്റെ ടീം നിൽക്കുന്നത്. അവർ വൻ സെറ്റപ്പാട് നിൽക്കുന്നു. ഇതിനകത്ത് മെസ്സഞ്ചറായിട്ട് അത് ജയിലിൽ നിന്ന് പുറത്തുള്ള ഇൻഫർമേഷൻ ജയിലിലേക്ക് കൊണ്ടുവരുന്ന മെസ്സഞ്ചറെ കാണണം. ട്രെയിൻഡ് എലി, എൻ്റെ പൊന്നോ, കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ എഴുന്നേറ്റ് രോമം വരെ താഴ്ന്നു നിന്നുപോയി. അതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? സത്യം പറഞ്ഞാൽ എങ്ങനെ സാധിക്കുന്നത്? ഇത് ഞാൻ സ്പോയിലർ ഉൾപ്പെടെ വേണമെങ്കിൽ ഞാൻ ഇത് പറയാം. കാരണം ഈ സിനിമ നിങ്ങൾ കാണരുത്. പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കന്നഡ സിനിമയോടുള്ള ഒരു പതിപ്പുണ്ടല്ലോ, അതുവരെ നമുക്ക് പോകും. അങ്ങനെ അപരാധിച്ച് വെച്ചൊരു സിനിമ. ഇതൊക്കെ എങ്ങനെ, എന്തിന്? ഇതിൻ്റെ ക്ലൈമാക്സിലുണ്ട്. ഈ ക്ലൈമാക്സിൽ വമ്പൻ ട്വിസ്റ്റാണ്. ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ട്വിസ്റ്റിൽ നമ്മളെ അങ്ങ് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് സീനൊക്കെ ആവാറാകുമ്പോൾ വേറൊരു ട്വിസ്റ്റ്, അതിലും വലിയ ട്വിസ്റ്റ്. അതിനും വേണ്ടി ട്വിസ്റ്റ് ഈ സിനിമയ്ക്ക് അത് എന്തിനാണ് കൊണ്ടുവന്നത്? ഇതിൻ്റെ ട്രെയിലർ ആക്ച്വലി ഭയങ്കര രസമായിരുന്നു കാണാൻ. അതായത് ശിവരാജ് കുമാറിനെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ട്രെയിലറിൽ കിട്ടുമായിരുന്നു. ഞാൻ വിചാരിച്ച് വില്ലനായിട്ട് ജയറാം വരുന്നു, ശിവരാജ് കുമാർ എന്തോ വലിയ സാധനം, ഗോസ്റ്റൊക്കെയുള്ള പേര്, എന്തോ ഹെവി സാധനമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഹെവി സാധനം പോയിട്ട് ഒരു കാശിന് കൊള്ളാത്തൊരു സിനിമ. എൻ്റെ പൊന്നെ, ഞാൻ ഒരു സിനിമ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് അത്രയ്ക്ക് വെറുപ്പീര് സിനിമയാണ്. സംഭവം ഈ CBI ആയിട്ടുള്ള ഇതിനകത്ത് പിടിച്ചു വച്ചേക്കുന്ന പുള്ളിക്കാരനുണ്ടല്ലോ, പുള്ളി പണ്ട് ഒരു 200 കിലോ സ്വർണ്ണം മുക്കിയായിരുന്നു ഇതേപോലെ ഒരു റെയ്ഡ് നടന്ന സമയത്ത്. എന്നിട്ട് പുള്ളിയുടെ ടീമിനെല്ലാം കൊന്നു കളയുന്നു. അപ്പം ആ സ്വർണ്ണം ഈ ജയിലിനകത്താണ് പുള്ളി ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ഈ സ്വർണ്ണം അടിച്ച് മരണം ശിവരാജ് കുമാറിൻ്റെ ടീമിന്. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വർണ്ണമൊക്കെ കൊണ്ടുപോകുന്ന സീനുണ്ട്. പൊന്നോ, കിടിലെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ആരും ഒരു ഐഡിയ ചെയ്തിട്ടില്ല. അത്രയ്ക്ക് സൂപ്പർ ഐഡിയ ആണ് ചെയ്തേക്കുന്നത്. അത് ഫോട്ടോ നോക്കാം. ഈ ജയിലിനകത്ത് നിന്ന് രക്ഷപ്പെടുന്ന സീനുണ്ട്, അത് വേറെ ലെവല്. ആദ്യം ബസ്സിൽ പോകുന്നു, പിന്നെ കാറിൽ പോകുന്നു, ബൈക്കിൽ പോകുന്നു. ഇത് പോലീസുകാർ പിടിക്കുന്നില്ല. എന്നിട്ട് മെയിൻ ലീഡറെ കാണുന്നതേ ഇല്ല. ലീഡർ രക്ഷപ്പെടുന്ന അതിലും വലിയ സെറ്റപ്പിൽ. മാസിന് മാത്രം ഒരു കുറവില്ല എന്നുള്ളത്.
ശിവരാജ് കുമാറിനെ ക്ലോസപ്പ് കാണിക്കുമ്പോൾ മാസ്, ലോങ് ഷോട്ട് കാണിക്കുമ്പോൾ മാസ്, പുള്ളി നടന്നാൽ മാസ്, പുള്ളി അടിച്ചാൽ മാസ്, പുള്ളിക്കടി കിട്ടൂല, വെടിയും കിട്ടൂല, വേറെ സംഭവമാണ്. എന്തോ വലിയ ഡോണായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഗോസ്റ്റ് എന്ന് ബിഗ് ഡാഡി എന്ന് പേരുള്ള ഒരു വലിയ ഗ്യാങ്സ്റ്ററായിരുന്നു. ആ ഗ്യാങ്സ്റ്ററും ഈ ജയറാമിൻ്റെ ക്യാരക്ടറുമായിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇതിനെല്ലാം പുറമെ വേറൊരു ഫ്ലാഷ് ബാക്ക്. താരടാ ഇതൊക്കെ പണിയത്. ഇതൊക്കെ പ്രൊഡ്യൂസർ ഇതെങ്ങനെ കൺവിൻസ് ആയി? പുള്ളി കഥ കേട്ടിട്ടാണോ ഈ പടമൊക്കെ എടുത്തത്? ചിലപ്പോൾ കന്നഡക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ വേറെ ആർക്കും ഇഷ്ടപ്പെടില്ല. ഉള്ള കാര്യം ഞാൻ പറയാം, ട്വിസ്റ്റിന് മാത്രം ഒരു കുറവില്ല. പ്രൊഫസറങ്ങാണോ നമ്മുടെ മണിയേസിലെ പ്രൊഫസറങ്ങാണോ ഇത് കണ്ടോണ്ടല്ലോ, പുള്ളിയുടെ ജോലി രാജിവെച്ചിട്ട് പോകും. മണിയേസ്റ്റൊക്കെ എന്തെന്ന് ചോദിക്കും പുള്ളി. ഇതാണ് യഥാർത്ഥ ഗോൾഡ് ഹൈസ്റ്റ്. മതിയായി എനിക്ക് കന്നഡ സിനിമ കണ്ടിരിക്കും, മതിയായി. ഇനി മേലെ അതും കന്നഡയിലാണ് ഞാൻ കണ്ടതെന്നുള്ളതാണ്. ഇതിൻ്റെ ഹിന്ദിയും കന്നഡ വേർഷനും ഉള്ളായിരുന്നു. ഞാൻ തമിഴ് നോക്കിയിട്ടുണ്ടില്ല, മലയാളം നോക്കിയിട്ടുണ്ടില്ല. പിന്നെ ഗതി കെട്ട് കന്നഡയെങ്കിൽ കന്നഡ സബ് ടൈറ്റിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് സബ് ടൈറ്റിലും അറിയാവുന്ന മുറിക്കന്നഡയും വെച്ചിട്ട് കണ്ടു. ഒരു വേസ്റ്റ് ഡിസിഷനാണ് ഞാൻ എടുത്തത് ഈ വർഷത്തെ ഈ സിനിമ കാണുക എന്നുള്ളത്. മതിയായി എനിക്ക്. ഇനി മേലെ ഞാൻ കന്നഡ സിനിമ കാണാൻ പോകത്തില്ല. ആ ശിവരാജ് കുമാറിനോടുള്ള എല്ലാ ബഹുമാനവും ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് പോയി. പുള്ളിയുടെ ഒരു നീല ലെൻസ് കണ്ണിൽ, ഒരു ബ്ലാക്ക് ഷർട്ട്, മറ്റേ സംഭവമൊക്കെ തന്നെ, ജാക്കറ്റ്, പാൻറ്, ഷൂവ്, തോക്ക്, അതൊക്കെ ഉണ്ട്. പക്ഷേ സിനിമ മുമ്പാണ്. ആ വരവൊക്കെ കാണണം. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോകരുത്. നിങ്ങൾ ഗോസ്റ്റ് എന്ന് കാണാൻ എവിടെയെങ്കിലും കേൾക്കുകയാണ് 2023 തുടങ്ങിയ കന്നഡ സിനിമയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ഒന്നെങ്കിൽ ആ ചാനൽ മാറ്റുക, അല്ലെങ്കിൽ TV ഓഫ് ചെയ്തിട്ട് പോവുക. യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് അപ്പോഴേ ക്ലോസ് ചെയ്തോണം. കാണാൻ പോകരുത്. ഇതിനകത്ത് ഒരു സീൻ പോലും കാണാൻ പോകരുത്. അത്രയ്ക്ക് വേസ്റ്റ് സിനിമ. ദ വേസ്റ്റ് ഡിസിഷനാണ് 2024 ഞാനെടുത്തത് ഈ സിനിമ. 2023 ഇറങ്ങിയ സിനിമ 2024 കാണാൻ പോയ എനിക്ക് എന്തിൻ്റെ കഴപ്പായിരുന്നു? നിങ്ങൾ തന്നെ പറ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇത് കാണാൻ പോകണ്ടേ? പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആരെങ്കിലും ഇത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റിലൊന്നും പറയണം. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളത്, തിയേറ്ററിൽ നിങ്ങൾ എങ്ങനെ ഇത് സർവൈവ് ചെയ്തു എന്ന് എനിക്കറിയണം. ഇത് തിയേറ്ററിൽ പോയി കണ്ടവർ എങ്ങനെ ഈ ഒരു സിനിമ സർവൈവ് ചെയ്തു എന്ന് എനിക്കൊന്നും അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. കാരണം സ്വന്തം അത്രയും കാശ് കൊടുത്തിട്ട് തിയേറ്ററിൽ പോയിരുന്നിട്ട് ഇതൊക്കെ കാണാനുള്ള ശക്തി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിർത്തുകയാണ് ഞാൻ നിർത്തി. ഈ സിനിമയെ പറ്റി എനിക്കൊന്നും പറയാനായി നിർത്തി. എനിക്കതിനുള്ള ശക്തിയില്ല പറയാനായിട്ട്. മതിയാക്കി നിർത്തി ഞാൻ.